മനഃശാസ്ത്രമാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സുകൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക. ഇറ്റ്സ് നോർമൽ. ഇറ്റ്സ് നോർമൽ. ഞാൻ ജനിക്കുമ്പോൾ മുതലേ എനിക്ക് ആങ്സൈറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് വളരെ ചെറുപ്പത്തിലെ മുതലേ ആങ്സൈറ്റി ഉണ്ട്. കാരണം എൻ്റെ അപ്പച്ചന് ആങ്സൈറ്റി ഉണ്ട്. സോ ജനറ്റിക്കലായിട്ട് ആങ്സൈറ്റി വരും. അപ്പോൾ അത് ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടല്ല എനിക്ക് ആങ്സൈറ്റി വന്നിട്ടുള്ളത്. അത് എൻ്റെ പാരമ്പര്യത്തിന്റെ ഇതിൽ അങ്ങ് വന്നിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് ഈ മെന്റൽ സ്ട്രഗിളുകളുടെ ആഴം, പരപ്പ് ഇതൊക്കെ നിശ്ചയിക്കുന്ന പല പല ഘടകങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ ഒരു കുറവായിട്ടോ ഒരു പോരായ്മയായിട്ടോ നിങ്ങൾ മനസ്സിലാക്കരുത്. ഇത് ഒരു മനസ്സുള്ള എല്ലാ മനുഷ്യനും മാനസികമായിട്ടുള്ള സ്ട്രഗിളുകളുണ്ട്. ചിലരുടെ സ്ട്രഗിളുകൾ കുറച്ച് കൂടുതലാണ്, ചിലർക്ക് അത്രയും കുഴപ്പങ്ങളില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ഒരാൾ ജനിച്ചു വളരുന്ന അവരുടെ അപ്പച്ചൻ, അമ്മ. ഇപ്പൊ ആങ്സൈറ്റി ഇല്ലാത്ത ഒരു അപ്പച്ചനാണ് ഞാൻ ജനിച്ചതെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ പാടില്ല. ഞാൻ എൻ്റെ പാരൻസിനെ കുറ്റം പറയല്ല. അവർക്ക് ആങ്സൈറ്റി ഉണ്ടായത് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം. അപ്പം ഇതൊക്കെ ഒരാളുടെ വന്നു ചേരുന്നതാണ്. ഇപ്പൊ എൻ്റെ കണ്ണും മൂക്കും ചെവിയും മുടിയും ഒന്നും ഞാൻ നിശ്ചയിച്ചതല്ല. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ സ്ട്രഗിളുകൾക്കും അങ്ങനെ ഒരു തലമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു മെന്റൽ സ്ട്രഗിൾ ഉള്ളത് എൻ്റെ കുറവല്ല. അത് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് തന്നതാണ്, ജീവിതം നമുക്ക് തന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സെൽഫ് ഡൗട്ട്, എനിക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട്. ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ചാനൽ റൺ ചെയ്യുന്ന ആളാണ്. ഞാൻ പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങളത് കേൾക്കുകയാണ്. നിങ്ങൾ ഇത്രയും പേര് എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫ് ഡൗട്ട് വന്നാൽ ഞാൻ എന്താകും? ഞാൻ സ്റ്റക്കായി പോകും അല്ലേ? എനിക്കൊരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ല. ബട്ട് ഐ ആം ഡീലിംഗ് വിത്ത് ദാറ്റ്. സോ ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുപോകുമെന്ന് കരുതരുത്. ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുക മാത്രമാണ് ചെയ്യുക. ഈ ആങ്സൈറ്റി എനിക്ക് പല കാര്യത്തിലും ഒരു ബ്ലെസ്സിങ് ആണ്. എൻ്റെ മനസ്സിൽ എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഞാൻ അതെൻ്റെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചെയ്തു. അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനെ മാറ്റി നിർത്തിയാൽ ഞാൻ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ഒരു മൊറാലിറ്റി വിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ദൈവം കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ വരുവാണെങ്കിൽ ആങ്സൈറ്റി എനിക്ക് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ടെങ്കിലും ഐ ക്യാൻ ബീറ്റ് ആങ്സൈറ്റി. എനിക്ക് ആങ്സൈറ്റിയെ ഓവർകം ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ ആലോചിച്ചിട്ട് ഇത് ശരിയായിട്ടുള്ള കാര്യം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആങ്സൈറ്റി എനിക്ക്, പക്ഷേ ഞാനൊരു തെറ്റായ കാര്യത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ മെൻ്റൽ കാൽക്കുലേഷനിൽ ഇത് ചിലപ്പം ദൈവത്തിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, ഇത് ചിലപ്പം ശരിയായിട്ടുള്ളൊരു കാര്യമാവാൻ സാധ്യതയില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ഭയങ്കര കൂടുതലാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് ആങ്സൈറ്റി ഞാൻ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ആങ്സൈറ്റിയോട് ഡീൽ ചെയ്യാൻ. രാവിലെ എണീക്കുമ്പോൾ മുതൽ നമുക്ക് ഈ ടെൻഷൻ വരാൻ തുടങ്ങും. ഇനി എങ്ങനെയാണ് ആങ്സൈറ്റീനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം എനിക്കൊരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റാം? ഈ ആങ്സൈറ്റി ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ പ്രസന്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ള ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് കുറവ്, സെൽഫ് ഡൗട്ട് ഒക്കെ വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. സോ ഒന്നാമത്, പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. മനസ്സിൽ സ്പിരിച്വാലിറ്റി കൊണ്ട് എങ്ങനെ ബീറ്റ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിൽ പറയുക, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട, അത് കഴിഞ്ഞു. പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട, അത് കഴിഞ്ഞു. പറഞ്ഞത് ആരാ? ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വട്ടെവർ ഇറ്റ് ഈസ്, എനിക്ക് പറ്റിയ അബദ്ധമാവാം, എനിക്ക് പറ്റിയ മണ്ടത്തരാവാം, എനിക്ക് പറ്റിയ എന്തിട്ട് വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു മോളെ. ഇനി ചില കാര്യങ്ങൾ നമ്മൾ ഗിൽട്ട് ഫീലും അങ്ങനെ മെൻ്റൽ കൺഫ്യൂഷനും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുമ്പസാരക്കൂടുണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കുമ്പസാരക്കൂട്ടിലെ നിങ്ങൾ തെറ്റുപറ്റി പോയതും നിങ്ങളുടെ പാളിച്ചകളും വീഴ്ചകളും ഒക്കെ കുമ്പസാരക്കൂട്ടിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഓർക്കുക, കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. ഇനി അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കില്ല, ഫുൾ സ്റ്റോപ്പ്, അത് കഴിഞ്ഞു, ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞു. ദൈവം പറഞ്ഞിട്ടുണ്ട്, കുമ്പസാരക്കൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണം. ഇങ്ങനെ നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ദൈവവചനം വായിച്ചോ, ദൈവവിശ്വാസം കൊണ്ടോ, പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ, ദൈവത്തിനെല്ലാം അറിയാലോ, അല്ലെങ്കിൽ ദൈവത്തിനോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളല്ല ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂച്ചർ നമ്മളല്ല ഡിസൈൻ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രയൊക്കെ പദ്ധതികൾ തയ്യാറാക്കിയാലും അന്തിമമായ തീരുമാനം എൻ്റേതത്രേ. ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് പ്ലാൻ ചെയ്യാം, എനിക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എൻ്റെ ദൈവം എന്നെ ഡിസൈൻ ചെയ്യുന്നതനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സോ എൻ്റെ ഫ്യൂച്ചർ എന്നേക്കാൾ നന്നായി അറിയുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടമായ എല്ലാ തരത്തിലും എന്നെ ഉയർത്താൻ സാധിക്കുന്ന, സമ്പൽ സമൃദ്ധി തരാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. കർത്താവേ, എൻ്റെ ഭാവി നിൻ്റെ കയ്യിലാണ്. കർത്താവ്, എനിക്ക് നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാൻ നിന്നെ പോറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് വിശ്വസിക്കുന്നവനെ ദൈവമാണ് നയിക്കുന്നത്. അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലങ്ങ് വിശ്വസിക്കുക. ദൈവം പോറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോറ്റും. ഇപ്പോൾ പൂനെ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് കൊലാപൂർ എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശത്ത് നിന്നും ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത്
2 കുട്ടികളുണ്ടെന്നല്ലാതെ ഒരു ചെറിയ കുറച്ച് പാത്രങ്ങളുണ്ട്, പക്ഷെ ഒരു ഫെസിലിറ്റീസിനുള്ള പണമോ ഒരു റെന്റ് കൊടുക്കാൻ പോലുള്ള സാമ്പത്തിക ശേഷിയോ വാടക കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ ആ ഒരു പൈസ നീട് വരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. പക്ഷെ എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് എന്നെ ഇത്രയും മാസങ്ങൾ എന്നെ പോറ്റിയിട്ടുള്ളത്. എനിക്ക് തെളിവ് സഹിതം പറയാൻ സാധിക്കും. കാരണം 1000 രൂപയും കൂടെ ഉള്ളൂ, 100 രൂപയും കൂടെ ഉള്ളൂ അക്കൗണ്ടിൽ എന്ന് കരുതി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാൻ പോലും ആകുലപ്പെട പോലെ ദൈവം അവസരം തരാതെ ദൈവം അത്ഭുതകരമായ പലരിലൂടെയും ദൈവം എന്നെ പോറ്റിയിട്ടുണ്ട്. സോ എൻ്റെ വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. ദൈവമക്കൾ വിശ്വാസം കൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവമക്കൾ പ്ലാനിങ് കൊണ്ടല്ല ജീവിക്കുന്നത്. എനിക്ക് പ്ലാനുകളുണ്ട്, ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത്. ഇപ്പം എനിക്കിത് അതുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്. എന്നെ പോറ്റുന്നവൻ ദൈവമാണ്. നാളെക്കുറിച്ച് എനിക്ക് ആകുലതയില്ല. എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞാനായിട്ട് തെറ്റായ ഡിസിഷനുകൾ എടുത്താലും എൻ്റെ ദൈവത്തിന് എന്നെ തിരുത്താനായിട്ട് സാധിക്കും. നാളെ എന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടാൻ പോവണ്ട. ദൈവം പോറ്റും. ഫെയ്ത്ത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആകുലത, മക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആകുലത, ജീവിതത്തെക്കുറിച്ചുള്ള ആകുലത, ഇനി പഠിച്ച് തീരുവോ, ജോലി കിട്ടുവോ, ഫെയ്ത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫ്യൂച്ചർ പോയി. ഇനി പ്രസന്റിനെ എങ്ങനെ നേരിടാം? നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ജീവിതത്തിൽ, നിങ്ങൾ ദൈവത്തോടൊപ്പമാണ്. അപ്പോൾ ഓരോ പ്രശ്നത്തിനെയും നിങ്ങൾ നേരിടുന്നത് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ്. സോ പ്രസന്റിലായിരിക്കുമ്പോൾ നിങ്ങൾ ആങ്സൈറ്റിയോട് പൊരുതാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം എവിടെയാണ് നിൽക്കുന്നത്, മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു 5 കാര്യങ്ങളെ കാണുക. ഇപ്പോൾ ഞാൻ ഈ മൊബൈലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ചുമരുണ്ട്, മുകളിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ധരിച്ചിട്ടുള്ളത് ഒരു ഇന്ന കളർ ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ മൈൻഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ ഇന്നലകൾ എൻ്റെ മൈൻഡിൽ നിന്ന് പോകും, എൻ്റെ ഫ്യൂച്ചർ എൻ്റെ മൈൻഡിൽ നിന്ന് പോകും. ഞാൻ പ്രസന്റ് ടെൻസിലാണ്. ഈ പ്രസന്റ് ടെൻസിൽ ഒന്നും നിങ്ങൾ ഒറ്റയ്ക്കല്ല നേരിടുന്നത്. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ പാപിയാണെങ്കിലും ഉണ്ട്, നല്ല ആളാണെങ്കിലും ഉണ്ട്. സോ നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ടാണ് നേരിടുന്നത്. ഇനിയിപ്പോൾ ഞാൻ ജോലിക്ക് കയറി, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്. എനിക്കറിയാം എനിക്ക് ആങ്സൈറ്റി ഉണ്ട്. ഓരോന്നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആങ്സൈറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്ക് ചില കാര്യങ്ങൾക്ക് മുമ്പ് റെസ്പോൺസിബിലിറ്റിയുടെ മുമ്പിൽ വന്നാൽ എനിക്ക് ആങ്സൈറ്റി ഭയങ്കര ഹൈ ആവുമെന്ന് എനിക്കറിയാം. എനിക്ക് തലവേദന വരാം, എനിക്ക് ഒരു ബോഡി തളർന്നു പോകുന്ന പോലെ തോന്നാം, എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകാം. എന്നെ ശക്തനാക്കുന്നവൻ വലിയവനാണ്. എന്നെ ശക്തനാക്കുന്നവനുടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വചനമാണ് എനിക്കൊരു ജോലി മേഖല ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അനുഭവമാണ്. ഞാൻ പഠിച്ചു വെച്ച പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഇമാജിനേഷൻ എന്ന് പറഞ്ഞതല്ല, ഞാൻ ജീവിച്ച ജീവിതമാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. എനിക്ക് അറിയുന്നില്ല കർത്താവേ, ജീവിക്കാൻ ജോലി വേണം, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ആങ്സൈറ്റി ഞാൻ ചോദിച്ചു മേടിച്ചത് ജനിച്ചപ്പോൾ ഒരു 4 ആങ്സൈറ്റി തരാൻ ചോദിച്ചു മേടിച്ചല്ല. എനിക്ക് ആങ്സൈറ്റി ദൈവം തന്നതാണ്. എൻ്റെ അപ്പനിലൂടെ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ അപ്പച്ചനും പിന്നെ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമായിരുന്നു. അതെങ്ങനെയും മാനേജ് ചെയ്തു പോയി. പക്ഷെ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യണം. ദൈവം എൻ്റെ കരം പിടിച്ച് നടന്നു. ദൈവം ഓരോ തവണയും ഓരോന്നിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഓരോ തവണയായിട്ട് എന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എനിക്ക് പേടി വരുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അതൊരു 10 പ്രാവശ്യം മനസ്സിൽ പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു ശക്തി വരാൻ തുടങ്ങി. സോഷ്യൽ ആങ്സൈറ്റി ആയിട്ട് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പള്ളിയിൽ ഒക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഐറ്റം ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ ഭയങ്കര പാനിക്കാവും. എനിക്ക് ബോഡി വരെ ഷിവർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു സുഹൃത്ത്, ഒരു ചേച്ചി എന്നെ കിട്ടി. ഞാൻ ആദ്യമായിട്ട് അവരുടെ കൂടെയാണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് പോകുന്നത്. അപ്പം എനിക്ക് പേടിയായിട്ട് ഞാൻ പേടിച്ചോടുകയാണ് അവിടെ നിന്ന്. അത്രയും നമുക്ക് ആങ്സൈറ്റി ഉണ്ട്. അപ്പം ആ ചേച്ചി പറഞ്ഞു, വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയോടുള്ള ബന്ധമുണ്ട്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് ദൈവം സൗഖ്യമായി മനുഷ്യന്മാരായിരിക്കും. ആ ചേച്ചിയുമായിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ചേച്ചിയുടെ കൂടെ ആ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുകയാണ്. ഒരു പ്രാവശ്യം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 100 ഡിഗ്രിയിലാണ് ഈ ആങ്സൈറ്റി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഫേസ് ചെയ്യുമ്പോൾ അത് 80 കുറയും. അടുത്ത പ്രാവശ്യം ഫേസ് ചെയ്യുമ്പോൾ അതൊരു 60 കുറയും. ഇങ്ങനെ കുറഞ്ഞ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഈ ആങ്സൈറ്റി നിൽക്കും. എനിക്ക് ഇപ്പോഴും ഉണ്ട് സോഷ്യൽ ആങ്സൈറ്റി, എനിക്ക് ഇപ്പോഴും ഉണ്ട് ആങ്സൈറ്റി. പക്ഷെ ഐ ക്യാൻ മാനേജ്. അതെന്നെ മാനേജ് ചെയ്യല്ല, ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ മാനേജ് ചെയ്യണം. എല്ലാ യാത്രയിലും മനഃശാസ്ത്രം ഞാൻ പഠിക്കുന്നതിന് മുമ്പ്, മനഃശാസ്ത്രം ഞാൻ വായിക്കുന്നതിന് മുൻപ് വിശുദ്ധ വചനമാണ്, ബൈബിളാണ്, വാക്യങ്ങളാണ് അതിനകത്തെ, വിശുദ്ധ കുർബാനയാണ് എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, നിങ്ങൾ പോകണ്ടാത്തിടത്തേക്കൊന്നും പോകുമ്പോൾ ഈ ഗ്രേസ് വർക്ക് ചെയ്യില്ല. നിങ്ങൾ ദൈവം പല കാര്യങ്ങളും നിങ്ങൾ പോകണം എന്ന് ആഗ്രഹിക്കില്ല. അത് നിങ്ങൾക്ക് നന്മയൊന്നുമല്ല. ഞാനൊരു പ്രസംഗ മത്സരത്തിന് പോയി കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യത്തില്ല, ഈ ഗ്രേസ് ഒന്നും എനിക്ക് വർക്ക് ചെയ്യത്തില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അനുസരിച്ച് നിങ്ങൾ ഒരു തരത്തിൽ ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ പറ്റാത്ത വിധം ദൈവം നിങ്ങൾ ഉയർത്തും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പാനിക് അറ്റാക്ക് വരെ വന്നിരുന്ന ഒരാളാണ്. ഷിവറിങ് ഉണ്ടായിട്ടുള്ള അത്രയും പേടിച്ചു പോയ ഒരാളാണ്. ഒരു വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് അവിടെ നടന്നപ്പം ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്തതും ഞാനാണ്. അന്ന് ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ എടുത്ത് ദൈവത്തോട് പറഞ്ഞു, അപ്പാ ഒരു ആൾക്കാരിങ്ങനെ നിൽക്കുന്ന കണ്ട് പേടിച്ച് വാതിലിൽ കൂടെ ഓടാൻ പോയിരുന്ന അത്രയും സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടായിരുന്ന എന്നെ ഇന്ന് നീ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. തൊട്ട് മുന്നേ നല്ലൊരു കുർബാന കണ്ടു.
എനിക്കൊരു പേടി തോന്നുന്നില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ തീച്ചുളയിൽ നിന്നിരുന്ന ജനത്തിന് ഒരുതരം തണുത്ത സറൗണ്ടിങ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എന്നെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ എനിക്കൊന്നും എന്നെ മനസ്സിനെ ബാധിക്കുന്നില്ല. ഈ ആങ്സൈറ്റി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയപ്പോൾ ഒന്നും എന്നെ തൊടുന്നില്ല. ഞാൻ മനുഷ്യന്മാരുടെ ഇടയിലാണ് നിൽക്കുന്നത്. എനിക്ക് മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ഭയങ്കര സ്ട്രഗിളാണ് ഇത്. എനിക്ക് ഫേസ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ എന്നെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഗ്രേസ് കൊണ്ടാണ് ആങ്സൈറ്റിയെ ബീറ്റ് ചെയ്തത്, അതിനെ ഓവർകം ചെയ്യുക. ഇതാ ഞാൻ പറയുന്നത്. മനഃശാസ്ത്രത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ മരുന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനഃശാസ്ത്ര സഹായങ്ങൾ തേടിക്കോളൂ. പ്രാഥമികമായ ചികിത്സ, പ്രാഥമികമായിട്ടുള്ളൊരു മാർഗം എന്ന നിലയിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരണം. ദൈവത്തെ അറിയണം, ദൈവത്തെ അനുഭവിക്കണം, സ്പിരിച്വൽ യാത്രകൾ നടത്തണം, ദൈവത്തിന്റെ അനുഭവത്തിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന്റെ സ്ട്രഗിളുകളെ ദൈവം എന്തുകൊണ്ടാണ് തന്നതെന്നും അതിന് കാരണം എന്താണെന്നും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അതിനെങ്ങനെയാണ് കർത്താവ് സഹായിക്കുക എന്നും ഒക്കെ വളരെ നിങ്ങളുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരിക്കലും എത്ര ഇരുണ്ട പാതയാണെങ്കിലും, എത്ര മുള്ളുള്ള പാതയാണെങ്കിലും, എത്ര ശക്തരായ മനുഷ്യരുടെ മുമ്പിൽ ദൈവനെ ഉയർത്തി ഒരാളെ നേരിടാൻ പറ്റാത്ത ആളാണ് ഞാൻ. എന്നെ മനുഷ്യന്മാരുടെ മുമ്പിൽ ദൈവം കൊണ്ട് നിർത്തി. ഞാൻ ദുർബലിയായി കാണപ്പെട്ടോട്ടെ, പക്ഷെ അവിടം വരെ എത്താൻ ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ട്. ഒന്നിനും നേരിടാൻ പറ്റാതിരുന്ന ആളിൽ നിന്ന്, ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ പോലുമുള്ള മാനസിക ബലമില്ലാതിരുന്ന ഒരാളിൽ നിന്ന്, ആങ്സൈറ്റിയും ഡിപ്രഷനും അടിച്ചിരുന്ന ഒരാളിൽ നിന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളാക്കി എന്നെ മാറ്റിയത് സുവിശേഷമാണ്. എൻ്റെ യേശു ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹമാണ്. എൻ്റെ യേശു ക്രിസ്തുവാണ് എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ ഈശോയാണ്. എന്നെ ഈശോ വളർത്തിയെങ്കിൽ, എന്നെ ഈശോ സുഖപ്പെടുത്തിയെങ്കിൽ നിങ്ങളെ സുഖപ്പെടുത്തും. ഇതെൻ്റെ ജീവിത സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാബലത്തോടും നിങ്ങളുടെ എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും. വിജയം എന്ന് പറഞ്ഞാൽ യു വിൽ ഹാൻഡിൽ ഇറ്റ്. അത് നിങ്ങളെ കൈകാര്യം ചെയ്യില്ല, നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യും. പിന്നെ ദൈവം എടുത്തു മാറ്റണോ ഞാൻ എടുത്തു മാറ്റട്ടെ. ഇനി അതല്ല നിങ്ങളുടെ ജീവിത ഭാഗമായിട്ട് തുടരണമെന്നാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. പക്ഷെ നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. ഈ പോരാട്ടത്തിൽ ഒരുപാട് പേര് നമുക്ക് മുമ്പേ പോയിട്ടുണ്ട്, നമുക്ക് പിന്നിലും വരുന്നുണ്ട്. നമ്മൾക്ക് ഭാഗ്യമുള്ളവരാണ്, നമ്മൾ ദൈവാനുഗ്രഹമുള്ളവരാണ്. നമുക്ക് ദൈവത്തെ അറിയാം, നമുക്ക് ദൈവമുണ്ട്, നമ്മുടെ കയ്യിൽ വിശുദ്ധ ബൈബിളുണ്ട്, കൂദാശകളുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്തും, മനസ്സിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറ്റം കൊണ്ടുവരും. നിങ്ങളെ ദൈവം കൈപിടിച്ച് നടത്തും. ആമേൻ.